നിങ്ങളെല്ലാവരും ഒരു പുതിയ വീട്ടിൽ ചെല്ലുമ്പോൾ ആ വീട് കാണുമ്പോൾ നിങ്ങളെല്ലാവരും പറയാറുണ്ട് അത് മനോഹരമായിരിക്കുന്നു, അല്ലെങ്കിൽ ഇത്തിരി എന്തോ ഒരു കുറവുള്ളതുപോലെ പല അഭിപ്രായങ്ങളും വരും. പക്ഷെ ഒരു വീടിൻ്റെ മനോഹാരിതയിലേക്ക് എത്തുന്നത് എത്രമാത്രം കാര്യങ്ങൾ അതിൻ്റെ പുറകിലുണ്ടെന്ന് ആരെങ്കിലും ഒന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഒരു സംവിധായകൻ, ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ, ഒരു നിർമ്മാതാവ് എന്ന് പറയുന്നത് പോലെ പലരും കൂടി ചേരുന്നതാണ് നല്ലൊരു വർക്ക്. ഒരു വീടിൻ്റെ ഡിസൈൻ എനിക്ക് വരുമ്പോൾ അതിൻ്റെ ഇൻറ്റീരിയർ ഡിസൈനിങ്ങിലേക്ക് ക്ലയൻറ്റിൻ്റേതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും ആഗ്രഹങ്ങളായിരിക്കും അദ്ദേഹം നമ്മളോട് ഷെയർ ചെയ്യുന്നത്. ആ ആഗ്രഹങ്ങൾ എന്താണെന്ന് ചോദിച്ചു മനസ്സിലാക്കി അതിന് എനിക്ക് പറ്റുന്ന രീതിയിൽ സ്കെച്ച് ചെയ്തു, എൻ്റെ ഐഡിയാസ് ഇംപ്ലിമെൻ്റ് ചെയ്തു, 3D വരച്ചു, 3D ഗംഭീരമായി ചെയ്തു തീർത്ത് ക്ലയൻറ്റിനെ പറഞ്ഞ് കൺവിൻസ് ചെയ്തു പല പല ഘട്ടങ്ങളിൽ പല പല നിമിഷങ്ങൾ പല പല ദിവസങ്ങൾ നടന്നായിട്ടാണ് നമ്മൾ മുമ്പിലേക്ക് എത്തുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് അത് ഫ്രീസ് ചെയ്തതിന് ശേഷം അതിൻ്റെ ടെക്നിക്കൽ ഡ്രോയിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം അടുത്ത ഘട്ടമാണ് അതിൻ്റെ നിർമ്മാണ ഘട്ടം. ഇതൊരു ഫാക്ടറിയിൽ പോയി ആ ചെയ്തിരിക്കുന്നതിൻ്റെ കംപ്ലീറ്റ് മെഷർമെൻറ്റ് നോക്കി ഒരു ശില്പചാരുതയോട് തന്നെ ചായം ചേർത്തെടുത്ത് ചെയ്യുന്നത് പോലെ തന്നെ ഓരോ ഘട്ടങ്ങളിലും ചെയ്തെടുക്കേണ്ടതാണ് സൈറ്റിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ. അതിൻ്റെ ആ സമയങ്ങളിലെല്ലാം ക്ലയൻറ്റിനോടൊപ്പം ചേർന്ന് ഒരു പ്രശ്നങ്ങളില്ലാതെ അവരുടെ ആഗ്രഹങ്ങൾക്ക് വഴങ്ങിക്കൊണ്ട് അവരുടെ ആഗ്രഹങ്ങൾക്ക് ചേർന്ന് നിന്നുകൊണ്ടാണ് നമ്മളൊരു പ്രൊഡക്ഷൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് ഉണ്ടാക്കി പൂർത്തീകരിച്ച് അത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുകയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെടുകയും എല്ലാവർക്കും ഇഷ്ടപ്പെടുമ്പോൾ അതിൻ്റെ ബാക്കിലെടുത്തിരിക്കുന്ന എഫേർട്ട് തീർച്ചയായിട്ടും ഒരു സൃഷ്ടികർത്താവ് എന്നുള്ള രീതിയിലും ഒരു ഡിസൈനർ എന്നുള്ള രീതിയിലും ഞങ്ങളെടുക്കുന്ന എഫേർട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനായിക്കോട്ടെ, വേറെ ആർക്കിടെക്റ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേറൊരു ഇൻറ്റീരിയർ ഡിസൈനർ ആയിക്കോട്ടെ, ഇതെല്ലാ ആർക്കിടെക്ട്സിൻ്റെയും ഡിസൈനേഴ്സിൻ്റെയും മനസ്സിനെ ആശയം കൃത്യമായി കൺക്ലൂഡ് ചെയ്ത് അതിൻ്റെ ആശയം കൃത്യമായിട്ട് കൺവേ ചെയ്ത് അത് ഫൈനലിലേക്ക് എത്തുമ്പോഴാണ് നമ്മുടെ കണ്ണിന് സുഖം കിട്ടുകയും നമ്മൾ ആ വീട് മനോഹരം എന്ന് പറയുകയും ചെയ്യുന്നത്.